ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നാശം പിടിച്ചൊരു വ്രതം മനുഷ്യന് വിശന്നിട്ട് വയ്യ. മോളെ, മോളെ അത് കഴിച്ചൂടാ, വ്രതമല്ലേ. എന്നെ ഞെട്ടിക്കാനുള്ള പ്ലാൻ മനസ്സിൽ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. എനിക്കിഷ്ടമുള്ളതുപോലെ സിമ്പിളായിട്ട് ഒരുങ്ങാന്ന് പറഞ്ഞപ്പോ കുറച്ചെങ്കിലും ആഡംബരം കാണുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത് പെർഫെക്റ്റാ. എന്റെ മനസ്സിൽ പതിഞ്ഞ അതേ രൂപം, എന്റെ സ്നേഹം മുഴുവൻ തന്ന അതേ രൂപം. ഇവിടെ നമ്മൾ രണ്ടുപേരും നിന്നുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പ്രണയ ജോഡികള് കൈകോർത്ത് നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്കിവിടെ വേണ്ട. നമുക്ക് കുറച്ചുകൂടി സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക് പോവാം. നമ്മള് രണ്ടുപേരും മാത്രമുള്ള സ്ഥലത്തേക്ക്. എന്താ? അല്ല നവീൻ, എനിക്ക് തിരിച്ചു പോണായിരുന്നു. എങ്ങോട്ട്? അതിന് ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഇന്നത്തെ എന്റെ ടോട്ടൽ പ്രോഗ്രാംസ് ഞാൻ മാറ്റി വെക്കുകയാണ്. വി ആർ ഗോയിങ്. എടോ വാടോ, തവന്നേ വാ. സാറേ, മാഡം സത്യം പറഞ്ഞ മാഡത്തിനെ ആദ്യം കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് 1-2 തവണ സൂക്ഷിച്ചു നോക്കിട്ടാ ഞാൻ സാറിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കെന്താ കിട്ടുകയെന്ന് എനിക്കെന്നെ അറിയാലോ. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മാഡം എങ്ങനെയാ ഇവിടെ വന്നത്? ഒന്ന് പോടാവുന്നു. തനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കണ്ടൊരു സമയം. ഓ സോറി സാറേ. അപ്പൊ എങ്ങനെയാ സാറേ, രണ്ടുപേരും കൂടെ പോവല്ലേ? ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് വറി. ഓഫീസിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നവീൻ പോയിക്കോളൂ, ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്തോളാം. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ സാറിന് ഓഫീസിലേക്ക് പിടിച്ചോണ്ട് പോയാലേ ഞാൻ ഒരു പരമ ബോറനാവും, അല്ലേ മാഡം? അല്ലെങ്കിലും താൻ ഇപ്പൊ തന്നെ നല്ല ബോറിനാണല്ലോ. സാറേ നന്ദി വേണം കേട്ടോ, നന്ദി. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നെങ്കിലേ സാറിപ്പോ ഗാഥ മാഡത്തെ കാണുമായിരുന്നോ? താനൊന്ന് പോടാവുന്നു. ഇത്ര ബുദ്ധിമുട്ടി എന്റെ പെണ്ണിവിടെ വന്നത് എന്നെ കാണാനാ, അല്ലാതെ വന്നിട്ട് പോകാനൊന്നുമല്ല. കാണിച്ചു തന്നു പോലും. താൻ പോയി വണ്ടി എടുത്ത്. എന്നാതിന്? എനിക്കങ്ങ് വയ്യ. സാറേ ഈ താക്കോലൊന്നും പിടിച്ചേ, എനിക്ക് പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നതിന്റെ ഇടയിലേ ഒരു കട്ട്റൂമിന്റെ കോലത്തിൽ നടക്കാൻ പിടിക്കു സാറേ. അപ്പോ താൻ എങ്ങനെ പോവും? ഓ, ഞാൻ ഓഫീസിൽ നിന്ന് വേറെ വണ്ടി വരുത്തിക്കോളാന്നേ. സാറ് ചെല്ല്. കഥ കം നവീൻ പാടും. ഈശ്വര, കൃഷ്ണമോളെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗമില്ലല്ലോ. കഥ കേറ്. നവീൻ, നോ കമന്റ്സ്. നമ്മൾ കുറച്ചു നേരത്തേക്ക് ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഗെറ്റ് ഇൻ. കേറ്. കേറടോ. സമാധാനമായി. രാവിലെ തന്നെ സാറിനെ സന്തോഷത്തിൽ കാണാൻ പറ്റിയല്ലോ. ദൈവമേ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? വീട്ടിലൊരാള്, നവീന്റെ കൂടെ ഒരാള്. ആലോചിക്കാൻ വയ്യ. പാട്ട് വെക്കണം. വേണ്ട. സത്യത്തിൽ എന്റെ മനസ്സിന്റെ അവസ്ഥ വെച്ച് ഞാൻ തന്നെ പാടിപ്പോ. ഇപ്പോഴെനിക്കത് പൂർണ്ണമായിട്ടും വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന്. കയ്യിന് ഇപ്പൊ വേദനയുണ്ടോ? പറയാൻ മനസ്സില്ല. ഇന്നലെ എന്താ എന്റെ അടുത്ത് ചോദിക്കായിരുന്നു? അത് വേണ്ട, സംഭവിച്ചത് എനിക്കറിയാലോ.
നാഗത്തറയിൽ നാഗത്തിനെ കണ്ടുവന്ന് അമ്മയെ സംബന്ധിച്ച കാര്യമാണല്ലോ. നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചതിനിടയ്ക്ക് എന്തിനാ ഇങ്ങനെ ഒരു നാഗ ഇഴഞ്ഞു കയറുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി അസൂയായിരിക്കും, നമ്മൾ തമ്മിലുള്ള പരസ്പര ഇഷ്ടം കണ്ടിട്ട്, അല്ലെ? ഇന്നലെ താൻ ഒരുപാട് പൊട്ടിത്തെറിച്ചു, ഒരുപാട് ഉച്ചത്തിൽ സംസാരിച്ചു. ആ ആള് തന്നെയാണോ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്? ഏയ്, ഇത് വേറെ ആളാ. ഇതാണ് എന്റെ കഥ, ഞാൻ എന്റെ മനസ്സ് തന്ന കഥ. സോ ഇന്നലെ രാത്രി വരെയുള്ള സകല കാര്യങ്ങളും നമ്മളങ്ങ് മറന്നു കളയുന്നു. കാത്തിരിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരല്ലേ നമ്മൾ രണ്ടുപേരും. മതിന്നേ, നമുക്ക് ഇന്ന് തൊട്ട് തുടങ്ങിയാൽ മതി. ഇന്നത്തെ ഒരു ദിവസം വേറെ ഒരു ടെൻഷനും മനസ്സിലെടുക്കാതെ എനിക്ക് പൂർണ്ണമായിട്ട് വേണം. പറ, ഇന്നിനി മറ്റൊന്നും പറയില്ലല്ലോ? ഇല്ല, ഒന്നും പറയില്ല. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് തന്നതാ. ഇത്രയും ദിവസത്തെ ടെൻഷനൊക്കെ ഒന്നിച്ച് തീർക്കാനായിട്ട്. റിലാക്സ്ഡേ. ഓ, ഓ, ഈ നാശം പിടിച്ചൊരു വ്രതം. മനുഷ്യന് വിശന്നിട്ട് വയ്യ. മോളെ, മോളെ അത് കഴിച്ചൂടാ, വ്രതമല്ലേ. വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ. അമ്മ കരിക്കും വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, തരട്ടെ? കരിക്കിന്റെ വെള്ളം കുടിച്ചാ വിശപ്പ് മാറും. എല്ലാം മോളുടെ മനസ്സിലെ പേടി മാറാൻ വേണ്ടിയല്ലേ. മുത്തശ്ശി പറഞ്ഞപ്പോ മോള് സമ്മതിച്ചതല്ലേ. സർപ്പബലിക്ക് വേണ്ടി എത്ര ദിവസം വ്രതം എടുത്ത കുട്ടിയാ. അന്നൊന്നും മോൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ പ്രശ്നമെന്നറിയോ? അന്ന് മോള് മുഴുവൻ സമയവും പൂജാമുറിയിലും അതിന്റെ ചടങ്ങുകളിലുമായിരുന്നു.